ഹായ്, എല്ലാവർക്കും നമസ്കാരം. രേണു സുധീയുടെ ഒരു ഇൻ്റർവ്യൂ ഇന്നലെ കാണാനിടയായി. വളരെയധികം സങ്കടത്തിൽ അത് സംസാരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ച പോലെ തന്നെയാണല്ലോ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് ഞാനും കരുതി. കാരണം കുറേ നാൾ മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ഈ രേണു സുധീനെ കുറിച്ച്. കാരണം അത് എങ്ങനെയെങ്കിലുമൊക്കെ കഷ്ടപ്പെട്ട് റീൽസ് ചെയ്തും നാടകം ചെയ്തും ഒക്കെ ചെയ്ത് ജീവിക്കുകയാണ് അല്ലേ. ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല, ആരുടെയും ജീവിതത്തിലേക്ക് കടന്നു കയറുന്നില്ല, ആരെന്ത് ചെയ്യുന്നു എന്ന് അന്വേഷിക്കുന്നില്ല, ഒന്നും ചെയ്യാതെ അവളുടെ ജീവിതമാർഗമായിട്ട് മുന്നോട്ട് പോവുകയാണ്. പക്ഷെ കുറേ അധികം ആളുകൾക്ക് ആ പെൺകുട്ടി ഭർത്താവിൻ്റെ മരണശേഷം ഇങ്ങനെ മീഡിയയിലേക്ക് വന്നതും ഇങ്ങനെ റീൽസ് ചെയ്യുന്നതും ഈ പറഞ്ഞ പോലെ നാടകം ചെയ്യുന്നതും ഒന്നും പറ്റുന്നില്ല. അവൾ എന്തെങ്കിലും ഒരു കടയിൽ, ഒരു തുണിക്കടയിൽ പോയിട്ട് ജോലി ചെയ്ത് ജീവിക്കട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ പോയി വർക്ക് ചെയ്ത് ജീവിക്കട്ടെ എന്നൊരു നിലപാടാണ്. സോഷ്യൽ മീഡിയയിൽ വരേണ്ട കാര്യമില്ല, റീൽസ് ചെയ്യേണ്ട കാര്യമില്ല എന്നൊക്കെ തരത്തിലുള്ള രീതിയിലാണ് ആളുകൾ സംസാരിക്കുന്നത്. എത്രയോ ആളുകൾ, ചെറിയ കുട്ടികൾ മുതൽ വയസ്സായ ആളുകൾ വരെ റീൽസ് ചെയ്യുന്നുണ്ട്, അതിലൂടെ വരുമാനം കണ്ടെത്തുന്നുണ്ട്. സെലിബ്രിറ്റികളായിട്ടുള്ള ആളുകൾ വരെ വളരെ മോശം രീതിയിൽ ഡ്രസ്സ് ചെയ്തിട്ട് റീൽസ് ചെയ്യുന്നതും ഇതൊക്കെ ചെയ്യുന്നത്, നമ്മൾ വീഡിയോ ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഏതൊക്കെ തരത്തിൽ സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തിയ ആളുകൾ വരുമാനം ഉണ്ടാക്കുന്നത്. രേണു സുധിക്ക് മാത്രം ഇതൊക്കെ നിഷിദ്ധമാവുന്നത് എന്തുകൊണ്ടാണ്? അതാ എനിക്കറിയാൻ പാടില്ലാത്ത. ഒരാൾ മരിച്ചുപോയ അയാളെ പോലും വെറുതെ വിടാൻ തയ്യാറാവാത്ത രീതിയിൽ അയാളെ കുറ്റം പറഞ്ഞ അയാളുടെ ആദ്യ ഭാര്യമാർ, രണ്ടാം ഭാര്യമാർ, രേണു സുധീൻ്റെ ആദ്യ ഭർത്താവ്, അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. അതൊക്കെ എന്തിനാണ് ഇങ്ങനെ ചർച്ച ചെയ്യുന്നത്? അന്വേഷിച്ച് പിടിച്ച് അവരെ പുറകെ നടക്കുകയാണ്. ഇവരുടെ മുൻകാല ചരിത്രം തിരഞ്ഞുകൊണ്ട് നടക്കുകയാണ് കുറേ അധികം ആൾക്കാർ. എന്താവശ്യത്തിന്? ഇവർ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഒരിക്കലും കടന്നു കയറുന്നില്ലല്ലോ. മറ്റുള്ളവരുടെ ജീവിതത്തെക്കുറിച്ച് ഇവർ അന്വേഷിക്കുന്നില്ല, മറ്റുള്ളവർക്ക് ഇവർ ഒരു ഉപദ്രവം ഉണ്ടാക്കുന്നില്ല. ശല്യങ്ങളായിട്ടുള്ള കുറേ എണ്ണം സോഷ്യൽ മീഡിയയിൽ കടന്ന് വിലസുന്നുണ്ട്. അവരെക്കുറിച്ചൊന്നും ഇവർ വാ തുറക്കുന്നില്ല. ഈ ഘോരം രേണു സുധീനെ കുറ്റം പറയുന്ന വലിയ വലിയ യൂട്യൂബേഴ്സൊന്നും ഇതുപോലെ കിടന്ന് സോഷ്യൽ മീഡിയയിൽ കിടന്ന് അട്ടഹസിക്കുന്ന, വൃത്തികേട് പറയുന്ന, കുഞ്ഞുങ്ങളെ വഴിതെറ്റിക്കുന്ന രീതിയിൽ വീഡിയോ ചെയ്യുന്ന സ്ത്രീകളെ കുറിച്ച് ഒരക്ഷരം സംസാരിക്കുന്നില്ല. അതെന്തുകൊണ്ടാണ്? പേടിയുള്ളത് കൊണ്ടാണ്. വീട് തെരഞ്ഞു ചെന്ന് ബഹളം ഉണ്ടാക്കുകയും കേസും കൊല്ലാപ്പോയിട്ട് വരികയും ചെയ്യുന്ന അറിയാവുന്ന കൊണ്ട് അവരെക്കുറിച്ചൊന്നും പറയുന്നില്ല. അതൊക്കെയല്ലേ നിരോധിക്കേണ്ടത്? ഇത് കുഞ്ഞുങ്ങൾ കാണുന്നതാണ്. എത്രയൊക്കെ നിരോധിച്ചാൽ ഈ കുഞ്ഞുങ്ങളുടെ കയ്യിൽ ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ അവർ സെർച്ച് ലിസ്റ്റിൽ ഇടുമ്പോൾ കാണുന്നതാണ്. കാരണം അത്രയധികം വ്യൂവേഴ്സാണ് ഇതിനൊക്കെ കിട്ടുന്നത്. ഈ തെറി വിളിക്കുന്നതിനും അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള വേണ്ടാധീനങ്ങൾ പറയുന്നതിനും, സ്ത്രീകളെ പറ്റിയൊക്കെ പറയുന്ന അനാവശ്യങ്ങൾ സ്ത്രീകൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് കേട്ടാൽ നിന്നെ ആ ലോഡ്ജിൽ നിന്ന് പിടിച്ചില്ലേ, ഈ ലോഡ്ജിൽ നിന്ന് പിടിച്ചില്ലേ, നീ അവൻ്റെ കൂടെ പോയില്ലേ, ഇവൻ്റെ കൂടെ പോയില്ലേ എന്ന് തുടങ്ങിയുള്ള ആഭാസത്തരങ്ങൾ നിറഞ്ഞ വീഡിയോകളും ലൈവുകളും ചെയ്യുന്ന അതിനെക്കുറിച്ചൊന്നും ഒരാൾക്ക് സംസാരിക്കണ്ട. ഇത് വയറ്റുപഴപ്പിന് വേണ്ടി, ജീവിതമാർഗത്തിന് വേണ്ടി ഒരു പെൺകുട്ടി എന്തെങ്കിലും ഒരു കോമാളിത്തരം ചെയ്താൽ അതിനെ ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് വെച്ചിട്ട് കൊല്ലാക്കൊല ചെയ്യുക. ഇന്നലെ രേണു പറഞ്ഞത് വളരെ സത്യമുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത്. ആ പെൺകുട്ടി അതിൻ്റെ 2 മക്കളും കൂടി ആത്മഹത്യ ചെയ്യണോ? ഇനി അതാണോ വേണ്ടത്? അവരവരുടെ ജീവിതം അവസാനിപ്പിക്കണോ? സഹി കെട്ടിട്ട് നിൽക്കക്കള്ളിയില്ലാതെ ഇവിടുന്ന് ഒക്കെ എങ്ങനെയോ ജീവിച്ചു പോവുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടി പല ഭാഗത്തു നിന്നുള്ള പ്രഷർ വരുമ്പോൾ കുടുംബത്തിനകത്തും പ്രശ്നങ്ങൾ നടക്കും അല്ലേ? കുറേയധികം ഇങ്ങനെ ആളുകൾ പറയുമ്പോൾ കുടുംബത്തിനകത്തും പല പ്രശ്നങ്ങളും, തർക്കങ്ങളും, ചോദ്യം ചെയ്യലുകളൊക്കെ നടക്കും. അതൊന്നും സഹിക്കാൻ കഴിയാതെ എന്തിനെ എന്ന് തോന്നി ആ മക്കളെയും കൊണ്ട് അവൾ എന്തെങ്കിലും ഒരു കടുങ്ക ചെയ്തു. അപ്പം നാളെ എന്താ പറയുക? അയ്യോ, എന്തിനാ അവളിതങ്ങനെ ചെയ്തത്, എങ്ങനെയെങ്കിലും ജീവിക്കായിരുന്നില്ലേ, എന്താവശ്യത്തിനാണ് ആ കുട്ടീനെ കൊന്നത് എന്നൊക്കെ ചോദിക്കും. ഇപ്പോൾ ഈ വീഡിയോ ഇടാൻ തന്നെ കാരണം മൂപ്പൻസ് വ്ലോഗ് കണ്ടു ഞാൻ. അതിൽ മൂപ്പൻ രേണുവിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ രേണു ഇന്നലെ പറഞ്ഞതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്, ഇൻ്റർവ്യൂവിൽ പറഞ്ഞതിനെക്കുറിച്ചൊക്കെ. അപ്പോൾ അതിൻ്റെ അടിയിൽ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ആ കമൻറ്റ് കണ്ടപ്പോഴാണ് ഞാൻ ആ കമൻറ്റിൽ അദ്ദേഹം പറഞ്ഞത് വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണല്ലോ എന്ന് ചിന്തിക്കുന്നത്. ആ കമൻറ്റ് ഇങ്ങനെയാണ്: ഒരാൾ ജീവനോടിരിക്കുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യില്ല, മരിച്ചു കഴിഞ്ഞാൽ എന്തിനാണ് ഇവിടെ ആ കുഞ്ഞുങ്ങളെയും കൊന്ന് ആത്മഹത്യ ചെയ്ത്? ഞങ്ങളൊക്കെ കൂടെ ഉണ്ടാവുമായിരുന്നല്ലോ, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യായിരുന്നല്ലോ, എങ്ങനെയെങ്കിലും ജീവിക്കായിരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ അധികം ആളുകൾ മുതലക്കണ്ണീർ ഒഴുക്കിക്കൊണ്ട് വരും. ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല, എങ്ങനെയെങ്കിലും ജീവിക്കാൻ. അപ്പോൾ ജീവിക്കാനൊട്ട് സമ്മതിക്കില്ല. ആത്മഹത്യ ചെയ്യുമ്പോൾ ഇത്തരത്തിൽ മുതലക്കണ്ണീർ ഒഴുക്കുകയും ചെയ്യുക. അതിലെന്ത് നന്മയാണുള്ളത്? ഒരു പെണ്ണിനെ ജീവിക്കാൻ സമ്മതിക്കാതെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് കുറേ സ്ത്രീകളടങ്ങിയ സംഘം. അവളെങ്ങനെ ജീവിക്കട്ടെ? നിങ്ങളുടെ വീട്ടിലേക്ക് വന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് അവൾ അന്വേഷിക്കുന്നില്ല. അവൾ റീൽസ് ചെയ്യുന്നത് അവളുടെ ഇഷ്ടമാണ്. അത് അവൾ കോമാളിത്തരാണ് കാണിക്കുന്നത് എങ്കിൽ അങ്ങനെ അവൾ കെട്ടിപ്പിടിക്കുകയാണെങ്കിൽ കെട്ടിപ്പിടിക്കട്ടെ. അവൾ മാത്രമാണ് ലോകത്ത് കെട്ടിപ്പിടിച്ച് അഭിനയിക്കുന്നത്? അവൾ മാത്രമാണോ ക്ലീവേജ് കാണിച്ച് അഭിനയിക്കുന്നത്? അവൾ മാത്രമാണോ നേവൽ കാണിച്ച് അഭിനയിക്കുന്നത്? ഒരുപാട് വലിയ വലിയ സെലിബ്രിറ്റീസൊക്കെ അത് കാണിച്ച് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്തുകൊണ്ട് അവരെ ആരെയും വിമർശിക്കുന്നില്ല? കാണിക്കാൻ പാടില്ലാത്ത പല സാധനങ്ങളും എക്സ്പോസ് ചെയ്ത് ഉദ്ഘാടനങ്ങൾ ചെയ്യുന്ന ആളുകളില്ലേ?
റീൽസ് ചെയ്യുന്ന ആളുകളില്ലേ, സാധാരണ വീഡിയോ എടുക്കുമ്പോൾ പോലും വൾഗറായിട്ട് ഡ്രസ്സിങ് ചെയ്ത് വന്നിട്ട് വീഡിയോ എടുത്ത് റിലീസ് ചെയ്യുന്ന ആൾക്കാരില്ലേ. എന്തിനൊരു രേണുസുതി? ഇതൊന്നും രേണുസുതിക്ക് മാത്രം പാടില്ല എന്ന് എവിടെ എഴുതി വെച്ചിരിക്കുന്നത്? അവളുടെ ശരീരം അവൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പ്രദർശിപ്പിക്കുന്നതിന് നിങ്ങൾക്ക് എന്താണെന്നേ, നിങ്ങളുടെ വീട്ടിലൊന്നും വന്നിട്ടല്ലല്ലോ കാണിക്കുന്നത്. നിങ്ങൾക്ക് കാണണ്ടെങ്കിൽ കാണണ്ട, അത്രയേ ഉള്ളൂ. ഒരാൾ ഞാൻ എൻ്റെ ജീവിതം കുഞ്ഞുങ്ങളെയും കൂട്ടി അവസാനിപ്പിക്കും എന്ന് പറഞ്ഞാൽ അതും കോമഡിയാണോ നിങ്ങൾക്ക്? ഒരു ഗതിയില്ലാതെയാണ് ഒരു സ്ത്രീ അങ്ങനെ പറയുള്ളൂ. അവൾ ജീവിക്കാനുള്ള പല മാർഗങ്ങളും നോക്കുകയാണ്. അതിന് സമ്മതിക്കാതെ വരുമ്പോൾ അവളെ കൊണ്ട് പറയിപ്പിച്ചതാണ്. അതും നാടകമാണ്, ഡ്രാമയാണ്. ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? അതും ഡ്രാമയാണെന്ന് പറയുമോ? ആ പെണ്ണിൻ്റെ ജീവൻ നിങ്ങൾ തിരിച്ചു കൊടുക്കുമോ? ആ കുഞ്ഞുങ്ങളുടെ ജീവൻ നിങ്ങൾ തിരിച്ചു കൊടുക്കുമോ? ഈ പറയുന്ന അവളെ കുറ്റം പറയുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ പെണ്ണിൻ്റെ കുഞ്ഞുങ്ങളും ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ജീവൻ തിരിച്ചു പിടിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? നിങ്ങളുടെ വാക്കുകൊണ്ട് ചിലപ്പോൾ 3 ജീവനായിരിക്കും നഷ്ടപ്പെടുന്നത്. എന്തിന്? എന്താവശ്യത്തിന്? നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾ അതൊന്ന് തിരിഞ്ഞു നോക്കൂ, ചിന്തിക്കൂ. നിങ്ങളുടെ വീട്ടിലെ പ്രശ്നങ്ങൾ ആദ്യം നിങ്ങൾ ക്ലിയർ ചെയ്യാൻ നോക്കൂ. നിങ്ങൾക്ക് വരുമാനം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവൾ സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്നതിന് നിങ്ങൾക്ക് വിമർശിക്കാം. പക്ഷേ മരണത്തിലേക്ക് നയിക്കുന്ന രീതിയിൽ വിമർശിക്കുന്നതിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇത് തന്നെയാണ് പറഞ്ഞത്, ഒട്ടും യോജിപ്പില്ല. അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട് എന്ന് മനസ്സിലാക്കുന്നതാണ് മൂപ്പൻ്റെ വീഡിയോയ്ക്ക് അടിയിൽ വന്ന ആ കമൻറ്റ്. ഒത്തിരി പേര് ആ രീതിയിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അവൾ ആരും ചെന്ന് അങ്ങോട്ട് ഉപദ്രവിക്കുന്നില്ലല്ലോ. ഈ പറയുന്ന ദയാ അച്ഛനെ ചെന്നിട്ട് നീ എന്താടി ചെയ്യുന്നത്? നീ ആരുടെ കൂടെയാണ് ജീവിക്കുന്നത്? നീ ഏതവൻ്റെ കൂടെ പോയത്? നീ എത്ര കല്യാണം കഴിച്ചിട്ടുണ്ട്? നീ ഇപ്പോൾ ആരുടെ കൂടെയാ? അല്ലെങ്കിൽ നീ എന്താ ചെയ്യുന്നത്? നീ സോഷ്യൽ മീഡിയയിൽ എന്താടി ചെയ്യുന്നത്? നീ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞത് ജീവിക്കും എന്നൊന്നും ആ പെൺകുട്ടി വന്ന് ചോദിച്ചില്ലല്ലോ. ദയാച്ചൊക്കെ പറയുന്ന മര്യാദകേട് കേട്ട് കഴിഞ്ഞാൽ സഹിക്കില്ല. ദയാച്ചുവിനൊക്കെ എന്താണ് രേണുവിൻ്റെ ജീവിതത്തിൽ കാര്യം? ദയാച്ചു സ്വയം വിലയിരുത്തട്ടെ. ദയാച്ചു ഞാൻ എന്താണ്, എൻ്റെ ലൈഫ് എന്താണ്, എൻ്റെ പാസ്റ്റ് എന്താണ്? ഒരു ഭർത്താവിനെയും 2 മക്കളെയും ഇട്ടെറിഞ്ഞ് പോകുന്ന ആളാണ് ദയാച്ചു. ആ ദയാച്ചു മക്കളെ പൊന്നുപോലെ നോക്കുന്ന, അതും ഭർത്താവിൻ്റെ ആദ്യ ഭാര്യയിലുണ്ടായ മകനെ പോലും പൊന്നുപോലെ നോക്കുന്ന ഒരു സ്ത്രീയെക്കുറിച്ച് വളരെ മോശമായി സംസാരിക്കുകയാണ്. അതിനുള്ള എന്ത് റൈറ്റ്സാണ് ദയാച്ചുവിനുള്ളത്? സ്വന്തം മക്കളെ തിരിഞ്ഞു നോക്കാത്ത ദയാച്ചുവിന് എന്ത് റൈറ്റ്സാണത് പറയാനുള്ളത്? ആരെങ്കിലും എന്തെങ്കിലും ദയാച്ചുവിനെ വിമർശിച്ചാൽ ദയാച്ചു വളരെ വൾഗറായിട്ട് മോശമായിട്ട് അവരെ ചിത്രീകരിച്ച് സംസാരിക്കുക, അതിനുള്ള എന്ത് യോഗ്യത ദയാച്ചുവിനുണ്ട്? ആദ്യം അത് പറയട്ടെ. അവരുടെ പാസ്റ്റ് ആദ്യം അവർ ക്ലിയർ ചെയ്യട്ടെ. അവരുടെ ലൈഫ് ആദ്യം അവർ ക്ലിയർ ചെയ്യട്ടെ. എന്നിട്ട് രേണുവിനെ പറയട്ടെ. അവരെങ്ങനെയെങ്കിലും ജീവിക്കട്ടേന്നേ. എന്തിനും അവരുടെ ജീവിതമാർഗ്ഗം ഇല്ലാതാക്കണം? അല്ലെങ്കിൽ ഒരു കാര്യം കഴിഞ്ഞാൽ രേണുവിനോട് വീട്ടിൽ തന്നെ അടങ്ങിയിരിക്കാൻ പറയാം. ദയാച്ചുവിന് കിട്ടുന്ന വരുമാനത്തിലൊരു പങ്ക് ദയാച്ചു അവർക്ക് കൊണ്ടു കൊടുത്തിട്ട് അവർ ജീവിക്കട്ടെ. കുറേ പെണ്ണുങ്ങളുണ്ട്, ഞാൻ മാത്രമാണ് വലിയ നല്ല ആൾ, ബാക്കി എല്ലാവരും പോക്കാണെന്ന് ചിന്തിക്കുന്ന കുറേ എണ്ണം. അവരാണ് ഈ വീഡിയോ ചെയ്ത് വളരെ മോശമായിട്ട്. ഒരു സ്ത്രീയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അവരൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത്. ഒരു ഭർത്താവില്ലാതെ ഒരു സ്ത്രീ ജീവിക്കുമ്പോൾ അവളുടെ കഷ്ടപ്പാട് എന്താണെന്ന്, ഒരു കുടുംബത്തിന് എന്തെല്ലാം ചിലവുകളുണ്ട്, എന്തെല്ലാം കഷ്ടപ്പാടുകളുണ്ടെന്ന് ജീവിച്ചു നോക്കുന്നവർക്കേ അറിയുള്ളൂ. അല്ലാതെ ഈ വീഡിയോയ്ക്ക് മുന്നിലിരുന്ന് വളവളാന്ന് പറയുന്ന ആളുകൾക്ക് ജീവിതം എന്താണെന്ന് അറിയില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിൽ വർത്തമാനം പറയുന്നത്. ആണുങ്ങൾ പറയുന്നത് പോട്ടെ, അവരവരുടെ നേരം പോക്കിനെ ഉപയോഗിക്കുന്നതാണ് പല സ്ത്രീകളെയും. ആ തരത്തിലാണ് അവർ സംസാരിക്കുക. സ്ത്രീകൾ എന്താണെന്ന് അറിയാവുന്ന സ്ത്രീകൾ തന്നെ ആ പെൺകുട്ടിയെ എങ്ങനെ ആക്രമിക്കുന്നതിനോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല. അത് എങ്ങനെയെങ്കിലും ജീവിച്ചു പോട്ടേന്നേ. സ്വന്തം വീട്ടിലാണ് ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായതെന്നുണ്ടെങ്കിൽ, സ്വന്തം പെങ്ങള് ഭർത്താവ് നഷ്ടപ്പെട്ടിട്ട് എന്തെങ്കിലും ജീവിതമാർഗം ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും സഹിക്കുമോ? ശരിയാണ്, നിങ്ങളുടെ ആരെങ്കിലും വീട്ടിൽ വന്ന ആ പെൺകുട്ടി ഒരു പ്രശ്നം ഉണ്ടാക്കുക, നിങ്ങളെപ്പറ്റി അപവാദം പറയേ, നിങ്ങളുടെ ലൈഫിന് അകത്തേക്ക് ചകഞ്ഞു കയറുക, വേറെ ഏതെങ്കിലും ഒരുത്തൻ്റെ ലൈഫ് തൊലയ്ക്കാൻ ചെല്ലുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിനെ കുറ്റം പറയുന്നതിനൊരു അടിസ്ഥാനമുണ്ട്. അതൊന്നും ഇല്ലാതെ അതിൻ്റെ പാട്ടിൽ ജീവിക്കില്ല. അതിനെ വെറുതെ വിട്ടേക്ക്, അതിനെ ആത്മഹത്യയിലേക്ക് നയിക്കരുത്. ഇന്നലെ അവർ പറഞ്ഞ ആ സ്റ്റേറ്റ്മെൻറ്റ് ഹൃദയമുള്ളവർക്ക് ഹൃദയത്തിൽ തട്ടുന്നതാണ്. അല്ലാത്തവർക്ക് ഞാൻ പറയില്ല. അല്ലാത്തവർക്ക് അത് നാടകമായിട്ടും അഭിനയമായിട്ടും ഡ്രാമയായിട്ടും ഒക്കെ തോന്നും. മനസ്സിലായി? അവർക്കൊരു പാസ്റ്റ് ഉണ്ടെങ്കിൽ ഉണ്ടായിക്കോട്ടെ. നിങ്ങൾക്ക് എന്താണ്? അവർക്കൊരു പാസ്റ്റ് ഉണ്ട്, അവർക്കൊരു മുൻ ഭർത്താവുണ്ട്. നിങ്ങൾക്ക് എന്താണ്? നിങ്ങളെല്ലാവരും 100% പെർഫെക്റ്റ് ആണോ? അവരെ കുറ്റപ്പെടുത്തുന്നത് എല്ലാവരും 100% പെർഫെക്റ്റ് ആണോ? അത് മാത്രം ചിന്തിക്കൂ. ഇനി അവരെ കുറ്റം പറയുമ്പോൾ ഞാൻ എന്താണെന്ന് വിലയിരുത്തിയിട്ട് അവരെക്കുറിച്ച് ചിന്തിക്കൂ. പറയുന്ന ആളുകൾ അവനവൻ സ്വയം എന്താണെന്ന് വിലയിരുത്തുക. എന്നിട്ട് അവരെ കുറ്റം പറയും. അവർ അധ്വാനിച്ച് ജീവിക്കുകയാണ്, ആരെയും പിടിച്ചു പറിക്കുകയല്ല. അവരാരെയും ചിരിച്ച് കാണിച്ച് മയക്കിയിട്ട് അവരുടെ പോക്കറ്റിലുള്ള പൈസ എടുക്കല്ല. അവർ അധ്വാനിച്ച് ജീവിക്കുകയാണ്. അവർ ക്യാമറയ്ക്ക് മുൻപിലാണ് ഇതെല്ലാം കാണിക്കുന്നത്, ഒളിച്ചും മറച്ചിട്ടൊന്നുമല്ല. ഒളിമറയിൽ പോയിരുന്നിട്ട് തലയിലൂടെ മുണ്ടിട്ടിട്ട്
ഒന്നുമല്ല അവർ ജീവിക്കുന്നത്. അന്തസ്സായിട്ട് ക്യാമറയ്ക്ക് മുൻപിൽ 4 ആൾ കാണുന്ന രീതിയിലാണ് അവർ അഭിനയിച്ചിട്ടും റീൽസ് ചെയ്തിട്ടും ജീവിക്കുന്നത്. അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ, അവർ വലിയ അഭിനേത്രിയൊന്നുമല്ലാന്നേ, അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്യുന്നു. അതിന് നിങ്ങൾക്ക് എന്താണ്? ഞാൻ പറഞ്ഞില്ല, ഈ സോഷ്യൽ മീഡിയയിൽ കിടന്ന് തെറി പറയുന്ന ആളുകളെ നിങ്ങൾ വിമർശിക്കുക. അത്ര വലിയ ഗഡ്സുള്ള ആൾക്കാരാണെങ്കിൽ ഈ ദയ വെച്ചൊക്കെ ചെയ്യേണ്ടത് അതാണ്. കുഞ്ഞുങ്ങളെ വഴിതെറ്റിക്കുന്ന ആഭാസതരം പറയുന്ന കുറേ സ്ത്രീകളുണ്ടല്ലോ, അവർക്കെതിരെ പറയേ. എന്തുകൊണ്ട് നീ പറയുന്നില്ല? നീ പറയില്ല. നിൻ്റെ വീട്ടിൽ വന്ന് നിന്ന് നിൻ്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും മുഴുവൻ അവർ വലിച്ചു പുറത്തിടും ഈ പറയുന്ന ആൾക്കാർ. അതുകൊണ്ട് നീ അവരെയൊന്നും പറയില്ല. ഇതുപോലെ പാവങ്ങൾ, ഒന്നിനും വരാത്ത പാവങ്ങളെ മാത്രമേ പറയുള്ളൂ. കാരണം അവൾ വേറെ ആരും ജീവിതം ചകഞ്ഞ് വരില്ല എന്നുള്ളത് നിനക്ക് 100% ഉറപ്പുണ്ട്. നിൻ്റെ ജീവിതവും ചരിത്രവും ഭൂമിശാസ്ത്രവും തിരഞ്ഞ് അവൾ വരില്ല എന്ന് നിനക്ക് 100% ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് നീ അവളെ വിടാതെ പുറകെ പിടികൂടി നിനക്ക് കണ്ടന്റ് ഉണ്ടാക്കി നീ ജീവിക്കുന്നത്. അവളെ വിറ്റ് നീ ജീവിക്കുന്നു, എന്നിട്ട് നീ അവളെ കുറ്റം പറയുന്നു. ഓ, വല്ലാത്തൊരു ജന്മം തന്നെ, സമ്മതിച്ചു. അല്ലെങ്കിൽ അത്ര ആയിട്ടുള്ള ആളായിരിക്കണം നീ, അല്ലേ? ഞങ്ങൾ ആ ബിഗ് ബോസ് ഒക്കെ കണ്ടതല്ലേ. ബിഗ് ബോസിൽ എന്തായിരുന്നു അഭിനയം, ഡ്രാമ എന്നുള്ളത് നമ്മൾ കണ്ടതല്ലേ. രജിസാറിൻ്റെ പുറകെ നടന്നിട്ട് എന്തെല്ലാം കാട്ടിക്കൂട്ടി എന്നുള്ളത് നമ്മൾ കണ്ടതല്ലേ. നമ്മളെല്ലാവരും കണ്ടല്ലേ. അന്നൊക്കെ നമ്മൾ എന്താ മനസ്സിലാക്കിയത്? ഒരു പാവം പെണ്ണ്, ബുദ്ധിയില്ലാത്തൊരു പെണ്ണ് അങ്ങനെ കരുതി. പക്ഷേ ബുദ്ധിയില്ലായ്മ അല്ല, അത് അതിബുദ്ധിയാണ്. വേറൊരു പെണ്ണിനെ ജീവിക്കാൻ സമ്മതിക്കാത്ത രീതിയിൽ സമൂഹ മധ്യത്തിൽ അപമാനിച്ച് അവഹേളിച്ചിട്ട് സ്വയം വരുമാനം ഉണ്ടാക്കുന്നതിനെ ബുദ്ധിയില്ലായ്മ എന്നോ വിവരക്കേടെന്നൊന്നും പറയാൻ പറ്റില്ല. മനസ്സിലായോ? ഇനിയിപ്പോൾ എന്നെ എന്ത് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, എനിക്കൊന്നും സംഭവിക്കാൻ പോകില്ല. അതുപോലെയുള്ള വൃത്തികെട്ടവളുമാർ പറയണതൊന്നും ഞാൻ വലിയ വില കൊടുക്കാറില്ല. എനിക്കതിന് കാര്യമില്ല. അവനവൻ പെർഫെക്റ്റ് ആയിട്ടല്ലേ മറ്റുള്ളവരെ കുറ്റം പറയുക. അതുകൊണ്ട് തന്നെ അവൾ എങ്ങനെയെങ്കിലും ജീവിച്ചു പോട്ടെ. ഈ പറയുന്ന ഡ്രാമയാണ്, നാടകമാണ് പറയുന്ന ആൾക്കാരെ ആ പെണ്ണിൻ്റെയും മക്കളുടെയും ജീവനില്ലാത്ത ശരീരം വെള്ളം പതിപ്പിച്ച് കിടത്തുന്നത് കാണുമ്പോൾ അതിൻ്റെ മുന്നിൽ വന്നത് നാടകമാണെന്ന് പറയുന്നത് കാണണം. അതിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ല, കുറേ നാളുകളായി അവർ പറഞ്ഞ പോലെ 1-2 ദിവസമൊന്നുമല്ല, മാസക്കണക്കിനായി ആ സ്ത്രീയെ സോഷ്യൽ മീഡിയയിലിട്ട് വലിച്ചു കീറുന്നു. നിങ്ങൾക്ക് വേറെ കണ്ടന്റ് ഇല്ലെങ്കിൽ ചെയ്യണ്ടെന്നേ വീഡിയോ. കണ്ടന്റ് ഇല്ലെങ്കിൽ വീഡിയോ ചെയ്യണ്ട. ഒരു കണ്ടന്റിന് വേണ്ടിയിട്ട് ഒരു പെണ്ണിൻ്റെ ജീവിതം വെച്ചിട്ടാണ് കളിക്കുന്നത്. അവൾക്ക് 3-4 റിലേഷൻ ഉണ്ടായിക്കോട്ടെ, നിങ്ങൾക്ക് എന്താണ്? നിങ്ങളുടെ ഭർത്താവോ നിങ്ങളുടെ ആങ്ങളുടെയോ നിങ്ങളുടെ വീട്ടിലെ ആരെങ്കിലോ നിങ്ങളുടെ അച്ഛനോ ഒന്നും അല്ലല്ലോ. ആണോ? ആണെങ്കിൽ നിങ്ങൾ പറയേ. മുൻ ഭാര്യ എന്ന് പറഞ്ഞ ഒരുത്തി രംഗത്ത് വന്നിട്ട് അവൾ കടന്ന കുറേ വോയിസും കാര്യങ്ങളും ഇത്രയും കാലം അയാൾ ജീവനോട് ഇരുന്നപ്പോൾ ഇല്ലാത്ത ദണ്ണമാണ് ഇപ്പോൾ ഈ പെൺകുട്ടി എങ്ങനെയൊക്കെയോ ജീവിച്ച് 4 ആൾ അറിയുന്നു എന്ന് കണ്ടപ്പോഴുള്ള ഒരു അസൂയ. അതിൻ്റെ പുറത്തുള്ള അഭ്യാസ പ്രകടനങ്ങളാണ് ഈ കാണുന്നത്. അവൾക്ക് കിട്ടാത്ത സോഷ്യൽ മീഡിയ അറ്റൻഷൻ ഇവൾക്ക് കിട്ടുന്നു എന്നുള്ളതിൻ്റെ ഒരു ചുരുക്ക്. അതിന് കൂട്ടുപിടിക്കാൻ കുറേ അധികം നാണം കെട്ട ആൾക്കാരും എല്ലാവരും ഇത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാർ. ഒരു പെണ്ണിൻ്റെയും 3 കുട്ടികളുടെയും മരണത്തിലേക്ക് നയിക്കുന്ന രീതികൾ ദയവ് ചെയ്തിട്ട് നിങ്ങൾ സംഭവങ്ങളെ വളച്ചൊടിച്ചെത്തിക്കരുത്. അതിനെ വെറുതെ വിട്ടേക്ക്, ഇതോടെ വിട്ടേക്ക്. അവൾ ജീവിച്ചോട്ടെ എങ്ങനെയെങ്കിലും. നിങ്ങൾ നെഗറ്റീവ് പബ്ലിസിറ്റിയും കൊടുക്കണ്ട, പോസിറ്റീവ് പബ്ലിസിറ്റിയും കൊടുക്കണ്ട. അതിനെ വെച്ച് റീൽസ് എടുക്കുന്ന ആൾക്കാരുടെ ഉദ്ദേശം തന്നെ അതിൻ്റെ നെഗറ്റീവ് പബ്ലിസിറ്റി മുൻനിർത്തിയിട്ട് ആ റീൽസ് വൈറലാക്കുക എന്നുള്ളതാണ്. അത് തിരിച്ചറിയാൻ കഴിയാത്ത കുറേ ബുദ്ധിമാന്യം സംഭവിച്ച കുറേ എണ്ണ അതിനെ കുറ്റം പറയുക. ഓ, ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കും? സമൂഹം നെഗറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. സമ്മതിച്ചു കേട്ടോ.